റെവറൻ ഫാദർ ജിജോ മുരിങ്ങത്തേരി 1975 ഏപ്രിൽ 22 തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടി ഗ്രാമത്തിൽ മുരിങ്ങാത്തേരി ജോസഫ് ആനി ദമ്പതികളുടെ മൂത്ത മകനായി ജനിച്ചു. മെയ് 27 വിശുദ്ധ ഗീവർഗീസിനെ സ്വർഗീയ മധ്യസ്ഥനായി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗമായി തീർന്നു. എരുമപ്പെട്ടി നിർമ്മല മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് ആരംഭിച്ച വിദ്യാഭ്യാസ യാത്ര മണ്ണുത്തി CMS LP സ്കൂൾ, മൂക്കാട്ടുകര സെൻറ് ജോർജ് സ്കൂൾ, എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലൂടെ തുടർന്നു. ദൈവവിളിയുടെ മൃദുസ്വരത്തിന് ആമീൻ എന്ന് പ്രത്യുത്തരിച്ചുകൊണ്ട് 1989 ജൂൺ 17 തൃശൂർ മൈനർ സെമിനാരിയിൽ വൈദിക പഠനത്തിൻ്റെ പ്രാഥമിക കാലഘട്ടം ആരംഭിച്ചു. തത്വശാസ്ത്ര പഠനത്തിനായി ആലുവ സെൻറ് ജോസഫ് പൊന്തിഫിക്കൽ മേജർ സെമിനാരിയിലും ശേഷം കുരിച്ചിറ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ റീജൻസിയും തുടർന്ന് 1997 മെയ് 21 വൈദിക വസ്ത്രം ദിവംഗതനായ മാർ ജോസഫ് കുണ്ടുകുളം പിതാവിൽ നിന്നും സ്വീകരിച്ചു. ദൈവശാസ്ത്ര പഠന പൂർത്തീകരണത്തിന് ശേഷം 2000 ഡിസംബർ 29 ദിവംഗതനായ അഭിവന്ദ്യമാർ ജേക്കബ് തൂങ്കിഴി പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ചു. ദൈവത്തിൻ്റെ അഭിഷിക്തനായി തിരഞ്ഞെടുക്കപ്പെട്ട് ഇടയ ദൗത്യത്തിൻ്റെ മാതൃകാപരമായ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതിനായി നിയോഗിക്കപ്പെട്ട പുത്തൻ പീടിക, പാവറട്ടി, അരുമ്പൂര്, ഒല്ലൂർ എന്നിവിടങ്ങളിലെ അസിസ്റ്റന്റ് വികാരി ദൗത്യം ദൈവേഷ്ടപ്രകാരം പൂർത്തീകരിച്ച് വികാരിയായി ചുമതലയേറ്റ ആറ്റുപുറം, പൊന്നാനി, വടക്കൻ പുതുക്കാട്, കോനിക്കര, പീച്ചി എന്നിവിടങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ സദ്വാർത്ത ത്യാഗസമ്പൂർണമായ ജീവിതശൈലി കൊണ്ട് പ്രഘോഷിക്കുകയും ചെയ്തു. കാലാകാലങ്ങളിൽ ദൈവിക നിയോഗങ്ങൾക്കായി ദൈവത്തിൻ്റെ അഭിഷിക്തർ ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മലയോര സൗന്ദര്യത്തിൻ്റെ വശ്യതയിലും വന്യതയിലും സാമൂഹിക, സാംസ്കാരിക വൈകാരികതകളിലും സാഹോദര്യ മനോഭാവം പുലർത്തുന്ന ഹരിതാപ ഭൂമിയിലേക്ക് 10 വർഷങ്ങൾക്ക് മുമ്പ് ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പും പതിച്ച് ആത്മവിശ്വാസത്തിൻ്റെ പുഞ്ചിരിയോടെ റെവറൻ ഫാദർ ജിജോ മുരിങ്ങാത്തേരി കടന്നു വന്നു. ഭൗതിക ദുർഘടങ്ങളുടെ നടുവിലേക്ക്, വൈവിധ്യ സാംസ്കാരിക അസ്വസ്ഥതകളിലേക്ക്, തലമുറകൾ കൈമാറി വന്ന അജ്ഞതകളിലേക്ക്, പിടിവിട്ട പട്ടങ്ങൾ പോലെ പാറി നടന്ന അലക്ഷ്യമായ മനുഷ്യ ജീവിതങ്ങളിലേക്ക്, ദേവാലയ നിർമ്മാണമെന്ന ലക്ഷ്യത്തിനായി മണ്ണും മനസ്സുമൊരുക്കാൻ, തലമുറകൾക്ക് കൈമാറാൻ, പൈതൃക പാരമ്പര്യം സമ്പുഷ്ടമാക്കാൻ, ദൈവാരാധനയ്ക്കായി പുതിയൊരു ആലയം എന്ന സ്വപ്നത്തിന് അച്ഛൻ നെടുംതൂണായി. അജ്ഞതയുടെ അന്ധകാരത്താൽ നിറഞ്ഞ ഹൃദയങ്ങളെ സ്വർഗീയ സംവിധാനങ്ങളാൽ, വചനത്തിൻ്റെ പ്രകാശത്താൽ വെണ്മയുള്ളതാക്കി. ഫണ്ടു ശേഖരണാർത്ഥം ഇടവകാംഗങ്ങൾക്ക് ഭാരമാകാത്ത വിധത്തിൽ നിരവധി വേറിട്ട പദ്ധതികൾ, ആശയങ്ങൾ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി. കാണിക്ക സമർപ്പണത്തിലും ദശാംശ കളക്ഷനിലും മദ്ബഹ മുഖവാര പരിത്യാഗത്തിലും ഉപയോഗശൂന്യമായ വസ്തുക്കളുടെ വിൽപ്പനയിലും തീഷ്ണതയോടെ പങ്കാളിത്തം വഹിക്കാൻ ഇടവക ജനങ്ങൾക്ക് അച്ഛൻ മാതൃകയായി. നിർമ്മാണഘട്ടത്തിലെ പ്രതിസന്ധികളിൽ, നിയമപരമായ തടസ്സങ്ങളിൽ, മനുഷ്യൻ്റെ അസാധ്യതകളിൽ തളരാത്ത മനസ്സോടെ, ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സാധ്യതകളിൽ ആശ്രയിക്കാൻ അച്ഛൻ ഉദ്ബോധിപ്പിച്ചു. ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രത്യേക നിയോഗങ്ങളോടെ ജപമാലകൾ അർപ്പിക്കപ്പെട്ടു. ത്യാഗപൂർണമായ ദിവ്യബലികളും നൊവേന തിരുക്കർമ്മങ്ങളും ആത്മീയ നിറവിലുള്ള തിരുനാളാഘോഷങ്ങളും വിശ്വാസത്തിൽ ആഴപ്പെടാൻ ഇടവക ജനത്തിന് കരുത്തേകി. പറയുന്നത് പ്രവർത്തിച്ചും പ്രാർത്ഥനയും ഉപവാസവും നോമ്പും പാലയൂർ തീർത്ഥാടനവും ഫൊറോന പദയാത്രയും മൂന്നാം ശനി ആചരണവും മാസാദിവെള്ളി പ്രാർത്ഥനയും വിശുദ്ധരുടെ തിരുനാളുകളും മറ്റു പ്രായശ്ചിത്ത പ്രവർത്തികളും ദേവാലയ നിർമ്മാണത്തോടൊപ്പം സ്വീകാര്യമായ മനുഷ്യഹൃദയങ്ങളും ഒരുക്കുന്നതിന് ആയുധങ്ങളാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ദേവാലയ നിർമ്മാണത്തിൻ്റെ ആദ്യ ചുവടുവയ്പെന്നോണം പാരിഷ് ഹാൾ നിർമ്മാണം ആരംഭിച്ചു. പഴയ പള്ളിയും പാരിഷ് ഹാളും വൈദിക മന്ദിരവും പൊളിച്ചു നീക്കി പുതിയ പാരിഷ് ഹാളും വൈദിക മന്ദിരവും പുതുമയുള്ളതും ആകർഷണീയവുമായി നിർമ്മിച്ചത് ഏറെ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടായിരുന്നു.
പട്ടയവുമായി ബന്ധപ്പെട്ട് നിയമപരമായ തടസ്സങ്ങൾ നേരിട്ടപ്പോൾ പ്രകൃതി ദുരന്തങ്ങളും പകർച്ചവ്യാധികളും ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യകാരുണ്യവുമായി പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ ധ്യാനിച്ചുകൊണ്ട് ദേവാലയ ഭൂമിക്ക് ചുറ്റും നടത്തിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആശ്വാസവും ധൈര്യവും പ്രത്യാശയും പകർന്നു നൽകി. പ്രതിസന്ധികൾ നേരിട്ട് തടസ്സങ്ങളെ വെല്ലുവിളിച്ച് ദൈവകരുണയിൽ ആശ്രയിച്ച് അതിമനോഹരവും ദൈവിക സാന്നിധ്യം നിറഞ്ഞതുമായ ഇന്ന് കാണുന്ന ഈ ദേവാലയം ദൈവത്തിനും ദൈവജനത്തിനുമായി സമർപ്പിക്കപ്പെട്ടു. പിന്നിട്ട 10 വർഷങ്ങൾ ചരിത്രമാവുമ്പോൾ പീച്ചി ഇടവകയ്ക്ക് ലഭിച്ചത് അറിവുകളാണ്, ജ്ഞാനമാണ്. വചനം മാത്രമാണ് സത്യമെന്നും വചനത്തിലൂടെയല്ലാതെ ലക്ഷ്യത്തിലെത്തില്ലെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിപ്പിച്ച ചില മനുഷ്യർ ജീവിതം കൊണ്ട് ചരിത്രം കുറിക്കുന്നു. അനുഗ്രഹത്തിന്റെ പനിനീർ പൂക്കൾ മനുഷ്യരിലേക്ക് വാരി വിതറി കടന്നുപോകുന്ന ദൈവത്തിന്റെ പുരോഹിതർ ദൈവസ്നേഹത്തിന്റെ അടയാളങ്ങളാണ്. പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും കോർത്തെടുത്ത ജീവിതശൈലി കൊണ്ട് ദൈവജനത്തെ ഒരുക്കിയെടുക്കാൻ, മനുഷ്യ നന്മയ്ക്കും ദൈവമഹത്വത്തിനുമായി ഇനിയും വേല ചെയ്യാൻ ഇപ്പോൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ചെങ്ങാലൂർ ഇടവകയിൽ അച്ഛനിലൂടെ ദൈവിക പദ്ധതികൾ നിർവഹിക്കപ്പെടാൻ സ്വർഗത്തിന്റെ സർവ്വസൈന്യം ജിജോ അച്ഛനെ തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവിളിയോട് അതേ എന്ന് പ്രത്യുത്തരിച്ച് സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ചതിൻ്റെ 25 വർഷങ്ങൾ, ജൂബിലിയുടെ നിറവും നന്മകളും ഇരട്ടി മധുരമായി ദൈവജനത്തിന് പകരാൻ ഇനിയുമാവട്ടെ എന്ന പീച്ചി ഇടവകയുടെ ആശംസകൾ കൂടി അച്ഛന് നേരുന്നു.